ഈ ഗ്രൂപ്പിൽ പങ്കെടുത്ത എല്ലാ ആളുകളുമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഞാൻ പുസ്തകത്തിന്റെ പേര് പറയാം, സീക്രട്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സീക്രട്ട് ആണ്. സീക്രട്ട് ഒന്നുമല്ല ലോകത്തിൽ ഇതിന്റെ ഇത് ആദ്യമായിട്ട് ചർച്ച ചെയ്തത്. ഞാൻ ഈ അടുത്തിടെ വായിച്ച ബുക്ക് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് 1900-ലാണ്. 1900 എന്ന് പറയുമ്പോൾ 120-123 വർഷങ്ങൾക്ക് മുമ്പ്. അല്ലെങ്കിൽ പല വേദഗ്രന്ഥങ്ങളിലേക്കും പല കാര്യങ്ങളിലേക്കും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അതിന് മുമ്പ് ഒരു ചോദ്യം, സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വായിച്ച ആളുകൾ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളൊന്ന് എസ് എന്ന് കമന്റ് ചെയ്താൽ മതി, എനിക്ക് മനസ്സിലാകും. എസ് എന്ന് കമന്റ് ചെയ്യും. ഉണ്ണികൃഷ്ണ സാറ്, ബിൻസിൻ മാം, ശ്രീഷ്ണ, സിന്ധു, ഷൈമിന മാം, റസാഖ് സാർ. ഓക്കെ, വായിക്കാത്ത ആളെ ടൈപ്പ് ചെയ്യുന്നതല്ലേ? കുറെ ആളുകൾ വായിച്ചിട്ടുണ്ട്. താങ്ക് യു. വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ പുസ്തകം മേടിച്ചിട്ട് വായിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിതിന്റെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഇതിന് PDF ഉപയോഗിക്കുന്നുണ്ട്. PDF അങ്ങനെ ഷെയർ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കാത്ത ഒരാളാണ്. കാരണം ഒരാൾ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരുപാട് എഫേർട്ടുകൾക്ക് ശേഷമായിരിക്കും. അതിനുശേഷമായിരിക്കും ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് പബ്ലിഷ് ചെയ്യുന്നത് വേറെ ടീം പൈസ കൊടുത്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എപ്പോഴും പൈസ കൊടുത്ത് മേടിക്കാനോ അല്ലെങ്കിൽ PDF ആണെങ്കിൽ പോലും PDF പൈസ കൊടുത്ത് മേടിക്കാനോ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് മേടിച്ച സംഭവം തന്നെയാണ്. എൻ്റെ അടുത്ത് ബുക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു 2-3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്യരുത്. നിങ്ങൾ അത് ഒരു നല്ല കാര്യമല്ല. കാരണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, വേണ്ട ആളുകൾക്ക് ഇതിന്റെ PDF ഒക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളിത് പിന്നെ പുസ്തകം മേടിച്ചിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ PDF ഒക്കെ എടുക്കുക. അപ്പൊ അതിന് നീതി വരും. നമ്മൾ മേടിച്ചല്ലോ, അതൊരു ഗുരുവാണ്. ആ ഗുരുവിന് കൊടുക്കുന്ന ഗുരുദക്ഷിണായിട്ടാണ് നമ്മൾ ഓരോ പുസ്തകത്തിന്റെ പൈസയും കാണേണ്ടത്. ക്ലിയർ ആയോ? ഒരു ഗുരുവിന് കൊടുക്കുന്ന ഗുരുദക്ഷിണയാണ് ഒരു പൈസ ആയിട്ട് നമ്മൾ എപ്പോഴും കാണേണ്ടത്. കാരണം 300 രൂപ, 400 രൂപ, 500 രൂപ ഒക്കെ ആകുള്ളൂ. അതിന് അവർ നമുക്ക് തരുന്ന നോളജ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്തതായിരിക്കും. എമറോൾ തകിട് ക്രിസ്തുവിന് മുമ്പുള്ള, ബിഫോർ ക്രൈസ്റ്റിന് മുന്നുള്ള ഏതോ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് സീക്രട്ട് തുടങ്ങുന്നത്. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അബ്ഖം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. ഇതാണ് ഈ പുസ്തകം ആകെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു ഫൈനൽ കോട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ക്രീപ്പ് എന്ന് പറയുന്നത് ഇതാണ്. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അഖം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. നമ്മുടെ ഉള്ള് എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ള് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഉള്ള് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത് ബഷീർ സാർ? എന്താ ഉള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഖം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം? അഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ എന്താണോ, നിങ്ങളുടെ ചിന്തകൾ എന്താണോ, ഡോക്ടർ രാഷ പറഞ്ഞതാണ്, വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം, ലൈക്ക് അട്രാക്ട് ലൈക്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളായിത്തീരും. ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ബോറടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് അത്രയും നമ്മൾ ഓരോ ദിവസത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഇതിന് നേരത്തെ ഒരാൾ പറഞ്ഞു എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വേണ്ട എന്നല്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബിൻസി മാം പറഞ്ഞതായിക്കോട്ടെ, ബഷീർക്ക പറഞ്ഞതായിക്കോട്ടെ, റസാഖ് സാർ പറഞ്ഞത്, സിന്ധു മാം പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. കാരണം അവരെ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. എനിക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ളത് ഇതേ ഒരു ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാനായിട്ട് കാണുന്നത്. എൻ്റെ ഒരു പർപ്പസ് ഓഫ് ലൈഫായിട്ട് കാണുന്നത് അങ്ങനെ. നമ്മുടെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ അവസ്ഥക്കും കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇഫ് യു അഗ്രി വിത്ത് മീ ഓർ ഡിസഗ്രി, ഇറ്റ്സ് നോട്ട് എ മാറ്റർ, ഇറ്റ്സ് എ ഫാക്ട്. നിങ്ങൾ എന്നോട് കൂടെ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതാണ് സത്യം. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം തുടങ്ങുന്ന സമയത്ത് ഈ പുസ്തകം പറയാണ്, നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത്. റോണ്ടോവേണ് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിലൂടെ ഞാനും ആഗ്രഹിക്കുന്ന സെയിം സംബന്ധമാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതം സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാവട്ടെ. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ കുറച്ച് നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് സംസാരിക്കാം. അത് സംസാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. ഓക്കെ,
സ്റ്റാർട്ടിങ് മുതൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ബോബ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ പറയും. നിങ്ങൾക്ക് വേണ്ടത് എന്തും രഹസ്യം നിങ്ങൾക്ക് തേടിത്തരും. സന്തോഷം, ആരോഗ്യം, പണം. ഓക്കെ, ഡോക്ടർ ജോബിറ്റാലെ പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ ജോബിറ്റാല് സ്റ്റിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഡോക്ടർ ജോബിറ്റാൽ, അദ്ദേഹത്തിന്റെ സ്റ്റോറി വലിയൊരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡോക്ടർ ജോബിറ്റാല് ആരെങ്കിലും കണ്ട ആളുകളുണ്ടോ? ഡോക്ടർ ജോബിറ്റാലിനെ കണ്ട ആളുകളുണ്ട്? കണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വീഡിയോസ് എങ്കിലും കണ്ട ആളുകൾ, നേരിട്ടല്ല. എനിബഡി കണ്ട ആളുകളില്ല? ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോബിറ്റാല്. ദ സീറോ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ, അട്രാക്ട് മണി എന്ന് പറയുന്ന പുസ്തകം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ എക്സാമ്പിൾ ഒരു ഇടുക്കിയിൽ നിന്ന് ഇപ്പൊ ഒരാള് കൊച്ചിയിലേക്ക് താമസം മാറാണ്. കാരണം എന്താ, കൊച്ചി കുറച്ചും കൂടെ അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ ഇയാളെ നാട്ടിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കോ അങ്ങനെ ഏതോ ഒരു ടൗണിലേക്ക്, US ഒരു ടൗണിലേക്ക് താമസം മാറാണ്, പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമായിട്ട്. നമ്മളിപ്പോ ഇവിടുന്ന് സൗദിയിലും ദുബായിലൊക്കെ പോകുന്ന പോലെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം അവിടെ ജോലി ചെയ്ത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി. ക്യാഷ് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി 1960 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ്, 60-70 കാലഘട്ടങ്ങളിലാണ്, എനിക്കിനി ഏറ്റവും നല്ല മാർഗം പണം ഞാൻ ഏതിൽ ഇൻവെസ്റ്റ്. ഓയിൽ ഇൻഡസ്ട്രി വലിയ രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓയിൽ ഇൻഡസ്ട്രിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമ്പന്നനാകാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പത്രത്തിലൊരു പരസ്യം കണ്ടു. പത്രത്തിലൊരു പരസ്യം കണ്ട പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, ഓയിൽ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്തു. അപ്പൊ അയാൾ 30,000 അങ്ങനെ എത്രയോ ഡോളർ പറഞ്ഞു, കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. ആ ഡോളർ ഇദ്ദേഹം അതുവരെ നയിച്ചിട്ട്, അതുവരെ ആ കാലം വരെ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അദ്ദേഹം അധ്വാനിച്ചതുകൊണ്ട് കിട്ടിയിരിക്കുന്ന പണമായിരുന്നു ആ ഒരു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പാദ്യം. എന്താണ് ഈ പത്രത്തിൽ കണ്ട ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. ആ പരസ്യത്തിലെ ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവരുടെ ഒരു വിവരമില്ല. ഇവരുടെ വിവരമില്ലാത്ത എന്താ അന്വേഷിച്ചപ്പോൾ ഇവർ പാപ്പരത്തെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് ആ പൈസ നഷ്ടപ്പെട്ടു. അദ്ദേഹം താമസിക്കൊണ്ടിരുന്ന സ്ഥലത്ത് വാടക കൊടുക്കാനുള്ള അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം തെരുവിൽ ജീവിച്ചു തുടങ്ങി. ആ തെരുവിൽ ജീവിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ സീക്രട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ ആയിത്തീരുന്നത്. എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് അദ്ദേഹം ചിന്തകൾ മാറ്റുകയാണ്. ഇന്ന് അദ്ദേഹം ഒരു മൾട്ടി മില്യണറാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് ജോലിക്കാരുണ്ട്. അദ്ദേഹം ഇൻഫ്ലുവൻസർ ആണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതേപോലെ അദ്ദേഹം ഒരു ഗുരുവാണ്. ഇങ്ങനത്തെ ഒരുപാട് രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ പറ്റും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്, നിങ്ങൾക്ക് വേണ്ടത് എന്ത് രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും? സന്തോഷം, ആരോഗ്യം, പണം. ഓക്കെ, അപ്പോ ഇതില് എന്താണ് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ കഴിയും. അത് എത്ര വലുതായാലും പ്രശ്നമല്ല. എങ്ങനെയുള്ള വേർഡാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ഒരു കോടീശ്വരനാകണമെന്നുണ്ടോ? ഏത് തരം ബിസിനസ്സാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ? ഇനിയും വൻ വിജയങ്ങൾ. വാസ്തവത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സീക്രട്ട് പറയുന്നത്. എങ്ങനെ? അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഓക്കെ, ഇതിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു പവർ കാരണമാണ്, അല്ലെ? നമ്മളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും നമ്മൾ ഏതോ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. ഫിസിക്സ് പറയുന്നത്, ക്വാണ്ടം ഫിസിക്സ് പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് എന്താണ്, ഒരു പവറിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരേ നിയമങ്ങൾ അനുസരിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലാണെങ്കിലും US ഇവിടെ ആണെങ്കിലും ആ നിയമങ്ങളല്ല പറയുന്നത്. യൂണിവേഴ്സിന്റെ ഒരു ലോ ഉണ്ട്. ആ യൂണിവേഴ്സിന്റെ ലോ അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതി നിയമങ്ങൾ അത്യധികം സൂക്ഷ്മവും കൃത്യവുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോ ഒരു പക്ഷേ നാട്ടിലത്തെ ലോ, നിയമങ്ങൾ, ഇവിടുത്തെ ജുഡീഷ്യറി അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാധീനത്തിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാധീനമുള്ള ഒരാളെ വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. അത് മുസ്ലിമിനൊരു നിയമം, ഹിന്ദുവിനൊരു നിയമം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കൊരു നിയമം എന്ന രീതിയിലോ, അല്ലെങ്കിൽ ആഫ്രിക്കക്കാർക്കൊരു നിയമം, ഇന്ത്യക്കാർക്കൊരു നിയമം, വെളുത്തവരുടെ നിയമം, കറുത്തവരുടെ നിയമം എന്ന രീതിയിലൊന്നുമില്ല. എല്ലാവർക്കും എന്താണ്, ഒരേപോലെയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പ്രയാസവും ഇല്ലാതെ ശൂന്യാകാശ പാടകൾ നിർമ്മിക്കാൻ കഴിയുന്നത്.
നമുക്ക് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ കഴിയും. അവിടെ ചെന്നിറങ്ങുന്ന സമയം നിമിഷം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയും. അപ്പോ ഈ ഒരു കാര്യം ഇതിൽ പറയുന്നത് നിങ്ങളുടെ ചിന്തയും ഓരോ ചിന്തയും ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇതിന്റെ ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും. ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ബിമാജിക് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ ഏറെക്കുറെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ലൈഫിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുക. എസ് ഓർണം നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതിൽ വരുന്നതിന് മുമ്പ് ആതിര മാമും ബിൻസി മാമും ബഷീർ സാറും റസാഖ് സാറും നമ്മളൊന്നും അറിയാമെന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ, എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ ആകർഷിക്കപ്പെട്ടത്? ഇതേപോലെയുള്ള മെസ്സേജസ് ഒരുപാട് ആളുകളുടെ മൊബൈലിലേക്കും ഒരുപാട് ആളുകളുടെ ഫേസ്ബുക്കിലേക്കും ഒരുപാട് ആളുകളുടെ സോഷ്യൽ മീഡിയയിലേക്കുമായിട്ട് എത്തിയിട്ടും എല്ലാവരും ജോയിൻ ചെയ്തില്ല. കുറെ ആളുകൾ ജോയിൻ ചെയ്തു. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്തതിൽ തന്നെ എല്ലാവരും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് ആളുകളാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത്. കാരണം എന്താ? അവരുടെ ചിന്തകൾ ഒരേപോലെയായിരുന്നു. ആകർഷണ നിയമത്തെ വളരെ രഹിതമായ രീതിയിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ സ്വയം ഒരു കാന്തമാണെന്ന് സങ്കല്പിക്കുന്നു, അപ്പോൾ മറ്റൊരു കാന്തം എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യും? കാന്തം ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാന്തം വലിയ കാന്തത്തിന് അട്രാക്ട് ചെയ്യില്ല. വലിയ കാന്തം ചെറിയ കാന്തത്തിന് അട്രാക്ട് ചെയ്യും. ഇനി ഒരേപോലുള്ള കാന്തങ്ങളാണെങ്കിലോ അത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അങ്ങനെയല്ലേ? ചെറിയൊരു കാന്തം വലിയൊരു ഇപ്പൊ ഒരു 100 ഗ്രാമുള്ള ഒരു കാന്തം, ഒരു മാഗ്നറ്റ്, ഒരു 1 കിലോ ഉള്ള മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും? ചെയ്യോ? ഇല്ല. 1 കിലോ ഉള്ള മാഗ്നറ്റ് 100 ഗ്രാമുള്ള മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും? ചെയ്യും. വലിച്ചെടുക്കും. അപ്പം ഈ 1 കിലോ ഉള്ള മാഗ്നറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് അട്രാക്ട് ചെയ്യുക. 1 കിലോ ഉള്ള മാഗ്നറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിനാണ് അട്രാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ നെഗറ്റിവിറ്റിയാണ് കൂടുതലുള്ളത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ ചുറ്റുപാട് നിന്നും നെഗറ്റീവായിട്ട് ഒരുപാട് ആളുകൾ അട്രാക്ട് ചെയ്തിടും. നെഗറ്റീവായിട്ട് ഒരുപാട് സിറ്റുവേഷൻസിന് അട്രാക്ട് ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിലോ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യത്തിനായിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക. ക്ലിയർ ആണോ? നിങ്ങളുടെ കാന്തം ഇനി ഒരേപോലെ ആണെങ്കിലോ നിങ്ങളുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങളുടെ കാന്തത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾ എല്ലായിടത്തും എടുത്തു വെക്കുക. നിങ്ങളൊരു പള്ളി, അമ്പലം, ചർച്ചൊക്കെ എടുത്തു വെക്കുക. അവിടെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ? ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇനി വേറൊരു സംഭവം, ഒരു ബാർ എടുത്തു വെക്കുക. അവിടെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ എടുത്തു വെക്കുക. അവിടെ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. തീവ്രവാദികൾ എടുത്തു വെക്കുക. അവിടെ ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിക്കാർ എടുത്തു വെക്കുക. അവിടെയും ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. എങ്ങനെയാണത്? അതേ ചിന്തയുള്ള ആളുകൾ. പള്ളിയിലെത്തുന്നതും അമ്പലത്തിലെത്തുന്നതും ചർച്ചിലെത്തുന്നതും അതേ ചിന്തയുള്ള ആളുകൾ. ഒരു ഫുട്ബോൾ കളി കാണാനെത്തുന്ന അതേ ചിന്തയുള്ള ആളുകൾ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഏകദേശം ഒരേ ചിന്തയുള്ള ആളുകൾ. ഒരു തീവ്രവാദ സംഘടനത്തിൽ നിന്ന് ഒരേ ചിന്തയുള്ള ആളുകൾ. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പോകുന്ന ഒരേ ചിന്തയുള്ള ആളുകൾ. അപ്പൊ നമ്മളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ട് ആളുകൾ ഈ ലോകത്തുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആളുകളുണ്ട്. ഓക്കെ, മയക്കുമരുന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുകൊണ്ടാണ് മയക്കുമരുന്ന് കിട്ടുന്നത്. പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാണ് അതുകൊണ്ട് പോസിറ്റിവിറ്റി കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് അതാണ്. ഈ ജോണസ് റഫ് ഒക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ്. ബോബ് പ്രാക്ടർ ആണ് എന്ത് ചെയ്തത്? ഇതിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്ക് ബോബ് പ്രാക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ചെയ്യാനുള്ള സംഭവത്തിലുള്ളൂ. ജോണസ് റഫ് പറയുന്നതാണ് തിന്മക്ക് പകരം നന്മയെ ആകർഷിക്കുക. നേരത്തെ ഇതിൽ ആരോ ഒരാൾ പറഞ്ഞതുപോലെ, എനിക്ക് ആളുടെ പേര് ഓർമ്മ, സോറി പോട്ടെ, എന്താണ് സംഭവിക്കുക? നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ഇവിടെയാണ് പ്രശ്നം. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്ന അവർക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നേരത്തെ സിന്ധു മാമും അല്ലെങ്കിൽ മറ്റേ വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എനിക്ക് പണം വേണം 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 എന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്നുള്ളതല്ലേ. വളരെ കറക്റ്റാണ്. അത് ഇതിൽ പറയുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നം. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് അവർ അത്ഭുതപ്പെടും. ആളുകൾ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ്. ഈ ഒരു പോയിന്റ് ഒരുപക്ഷെ നമ്മൾ 2 ദിവസം ഡിസ്കസ് ചെയ്യണ്ടേ. ജനങ്ങള്
അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം, നിങ്ങൾക്ക് പണം ലഭിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണമാണ് നിങ്ങൾ തേടി നടക്കുന്നതെങ്കിൽ ആ കാരണം ഇവിടെ വെളിപ്പെടുകയാണ്. അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. മനസ്സിലായി കഴിഞ്ഞാൽ ലൈഫ് പിന്നെ ഈസി ആയിരിക്കും. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ് നേരത്തെ അവർ പറഞ്ഞ പണത്തിന്റെ കാര്യം. ഒരാൾ രാവിലെ എണീറ്റ് വിഷ്വലൈസ് ചെയ്ത് അയാൾക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ മണി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ചിന്ത അയാളെ വീട്ടിൽ നിന്ന് ഞാനൊരു ഒരു വീട്ടിനാഥൻ എന്നുള്ള നിലക്ക് എൻ്റെ ഭാര്യ എന്നോട് ചിലപ്പോൾ പറയും, മോനെ ഫീസ് അടക്കാൻ എത്ര പൈസ വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ അടക്കാൻ വേണം, എൻ്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ കാറിന്റെ EMI അടക്കാൻ എത്ര വേണം, സ്റ്റാഫൊക്കെ സാലറി കൊടുക്കാൻ എത്ര വേണം. സ്വാഭാവികമായിട്ടും ഞാൻ ഉള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുക, ഇല്ലാത്തതിനെ കുറിച്ചാണ് ചിന്തിക്കുക. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, പൈസ വൈഫ് 2 മാസം ഫീസ് കൊടുക്കണം, ആ കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടിലേക്ക് ഇത്ര സാധനം വേണം, അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പൈസനെ കുറിച്ചിട്ട് വെറീഡ് ആവുമല്ലേ, ടെൻസ്ഡ് ആവുമല്ലേ സ്വാഭാവികമായിട്ടും. ആസ് എ കോമൺ മാൻ ഞാനിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ മേ ബി ഐ ക്യാൻ മാനേജ്, അങ്ങനെ അല്ലാതെ ചിന്തിക്കാം. ആസ് എ കോമൺ മാൻ ഞാൻ വെറീഡ് ആവും. ഇപ്പൊ ഞാൻ ഈ വെറീഡ് ആവുന്നിടത്തു നിന്നാണ് നമുക്ക് പൈസ എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ മാറുന്നത്. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പേടിക്കുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ പേടിയാണ്, ഭർത്താവിനെ പേടിയാണ്, ഭാര്യയെ പേടിയാണ്, റിയൽ ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാവുമോ, സ്നേഹം ഉണ്ടാവുമോ? റെസ്പെക്ട് ഉണ്ടെങ്കിലോ? ഉണ്ടാവും. പണത്തിന് നമുക്ക് എന്താ വേണ്ടത്? പേടിയല്ല വേണ്ടത്, റെസ്പെക്റ്റ് ആണ് വേണ്ടത്. പണം ഇല്ലാത്ത അവസ്ഥയിലും പണം ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതിന് വളരെ ബുദ്ധിമുട്ടല്ല. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അഫർമേഷൻസും വിഷ്വലൈസേഷൻസും. പണത്തിന് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതില് അന്ന് കണ്ട സംഭവമായിരിക്കും പ്ലാഗ്. അതായത് എനിക്ക് വേണ്ട എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ രോഗമായിട്ട്. എന്നിട്ട് ഇതിൽ തന്നെ ഈ ഒരു പുസ്തകത്തിൽ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ വായിക്കാം. ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ, ആ ശ്രദ്ധ മനസ്സിൽ നിലനിർത്തുമ്പോൾ, ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ്. അരുത്, വേണ്ട, ഇല്ല എന്നുള്ളത് പോലെയുള്ള നിഷേധാത്മകമായ വാക്കുകൾ ആകർഷണ നിയമം കണക്കിലെടുക്കുകയില്ല. നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകർഷണ നിയമം ഗ്രഹിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന് നോ എന്ന് പറയുന്ന സംഭവം അറിയില്ല. ഒരു എക്സാമ്പിൾ ഇയാൾ പറയാണ്, ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ മീനിങ് ഇങ്ങനെയാണ് വരിക. എനിക്ക് എന്റെ ഡ്രസ്സിൽ ഒന്നും ചെളി ഒന്നും ആവട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത് വെച്ചെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇനിയും കൂടുതൽ കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കാൻ കേൾക്കാനല്ലേ. നമ്മൾ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ കറയൊന്നും ആവരുത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ചെളിയൊന്നും ആവരുത്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ വൈകി എത്താൻ ആഗ്രഹിക്കുന്നില്ല, അതിനടുത്ത് ഞാൻ വൈകി എത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഓഫീസിലേക്ക് വൈകി എത്തരുത്, എന്തായാലും ലേറ്റ് ആവരുത്, മീറ്റിങ്ങിന് ലേറ്റ് ആവരുത്, ക്ലാസ് കറക്റ്റ് സമയത്തോടെ ലേറ്റ് ആവാൻ പാടില്ല. ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. യെസ് ഓർ നോ? സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. ഈ ചിന്തനെയാണ് നമ്മൾ മാറ്റി തുടങ്ങേണ്ടത്. ഈ ചിന്തയാണ് നമ്മൾ മാറ്റി തുടങ്ങേണ്ടത്. അയാൾക്ക് എങ്ങനെ ചിന്തിക്കാം? ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ, ആ വസ്ത്രത്തിൽ കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് ഉദ്ദേശിച്ചാൽ മതി? എൻ്റെ ഈ വസ്ത്രം വളരെ ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ മുടി മോശമായിട്ട് വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ എൻ്റെ മുടി എന്ത് ചെയ്യുന്നു, പക്ഷെ നല്ല രീതിയിൽ എനിക്ക് അവിടെ ചെന്ന് ഞാൻ മുടി വെട്ടിത്തരും. ഞാൻ ആ ബാർബർ അടുത്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അയാൾക്ക് മുടി വെട്ടിത്തരും എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ പോകുന്നതും
ആ ബാർബർ എങ്ങാനും വെട്ടിക്കഴിഞ്ഞാൽ മോശമാകുമോ എന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മുടി വെട്ടിക്കഴിയുമ്പോൾ മോശമായിട്ടുണ്ട്. നിങ്ങൾ അയാൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് എന്തായാലും ഓഫീസിൽ വൈകില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ വൈകിട്ടുണ്ടാവും. പകരം നിങ്ങൾ എന്ത് ചിന്തിച്ചാൽ മതി? ഞാനിന്ന് ഓഫീസിക്ക് വൈകില്ല എന്ന് പകരം എന്ത് ചിന്തിച്ചാൽ മതി? ഒരാൾ പറഞ്ഞു, എന്താ ചിന്തിക്കണ്ടേ? ആരെങ്കിലും ഒരാള് കൃത്യസമയത്ത് എത്തും എന്ന് വിചാരിച്ചാൽ. വെരി ഗുഡ്. ഞാൻ ഇന്ന് കൃത്യസമയത്ത് ഓഫീസിൽ എത്തുമെന്ന് വിചാരിച്ചാൽ മതി. സിമ്പിളാണ്. മറ്റൊരാളോട് മോശമായും പെരുമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം എന്ത് ചിന്തിച്ചാൽ മതി? എല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ക്ലിയർ ആണോ? ഈ ഒരു പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ക്ലാസ് പോയിന്റൊക്കെയാണ്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങൾ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക, ആവശ്യമില്ലാത്തതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. എനിക്കൊരു ആക്സിഡന്റ് ആവണ്ട, ഡോണ്ട് തിങ്ക് ദാറ്റ്. എന്താണ് പകരം എന്ന് വെച്ചാൽ ഞാൻ സേഫ് ആയിട്ട് സ്ഥലത്തെത്തും, ഞാൻ സേഫ് ആയിട്ട് ആ സ്ഥലത്തെത്തും. എനിക്ക് കടം വീട്ടണം, ആഗ്രഹിക്കണ്ട. അതിന് പകരം എന്ത് സംഭവിക്കുക? എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ അസുഖം മാറും, ആഗ്രഹിക്കണ്ട. പകരം എന്ത് ചിന്തിക്കുക? എൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് പണം വേണം, ചിന്തിക്കണ്ട. അതിനർത്ഥം നേരത്തെ പറഞ്ഞ പോലെ ഇല്ല എന്നുള്ളതാണ്. പകരം എനിക്കുള്ള സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്നുള്ള പണം എന്ത് ചെയ്യുന്നു? ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിലേക്ക് നിങ്ങൾ ചിന്തകളെ മാറ്റുക. നിങ്ങൾക്കൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങളുടെ ഭാര്യയോടാണെങ്കിൽ മക്കളോട് പൈസ ഇല്ല എന്ന് പറയാതിരിക്കുക. പകരം വേറെ എന്തെങ്കിലും റീസൺ കണ്ടെത്തുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതിയോ? ഓക്കെ. ആ സമയത്തൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എന്ത് പറയണം? പൈസ ഉണ്ട്, ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പണം എല്ലായ്പ്പോഴും എന്നിലുണ്ട്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. പണം ഇവിടെ ഉണ്ട്, പൈസ ഇല്ല എന്ന് പറഞ്ഞോണ്ടല്ലേ. പണം നമ്മുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ കയ്യിൽ അപ്പം ഇല്ലാത്തതാണ് അവസ്ഥ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ ശ്രമിക്കുക. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്നത്. സൂക്ഷ്മത പാലിക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നിങ്ങളുടെ ചിന്തകൾ എത്ര കൃത്യമായിരിക്കുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന റിസൾട്ടും അത്രയും കൃത്യമായിരിക്കും. ലൈക്ക് ഗൂഗിൾ. നിങ്ങൾ ഗൂഗിളിനോട് എങ്ങനെ ചോദിക്കുന്നോ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. നിങ്ങൾ ChatGPT എങ്ങനെ ചോദിക്കുന്നു ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരു ആൻസർ കിട്ടുക. ഞാൻ ചോദിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ബഷീർക്ക് ചോദിക്കുക. ബഷീർക്കാരുടെ ചോദ്യമാണ് ഒന്നും കൂടെ ക്ലാരിറ്റി എങ്കിൽ ബഷീർക്കാക്കാണ് ഗൂഗിൾ ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കുക. കുറച്ചും കൂടി ടെക്നിക്കൽ ഗൂഗിളിൽ അറിയാൻ അയാൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയാം. അയാൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. യൂണിവേഴ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ ചെയ്യും. ഗൂഗിൾ നിങ്ങൾക്ക് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യും. ഹൗ ടു മേക്ക് എ ബിരിയാണി, ഗൂഗിൾ വിൽ ആൻസർ. ഹൗ ടു കിൽ സംബഡി, ഗൂഗിൾ വിൽ ഓൾസോ ആൻസർ. അല്ലേ? രണ്ടിനും ഗൂഗിൾ ആൻസർ ചെയ്യും. യൂണിവേഴ്സ് ഓൾസോ ലൈക്ക് ദാറ്റ്. നിങ്ങൾ നല്ലതിന് ചീത്തനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യും. അപ്പം നിങ്ങളുടെ ചോദ്യം എത്ര കൃത്യമാണോ അത്രയും കൃത്യമായിരിക്കും നിങ്ങളുടെ ആൻസർ ഗൂഗിൾ നൽകുന്നത് പോലെ. നിങ്ങളുടെ യൂണിവേഴ്സിനോടുള്ള നിങ്ങളുടെ കൽപ്പനകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തോട്ടുകൾ എത്ര കൃത്യമാണോ അത്രയും കൃത്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ആൻസർ. സോ അതിനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കും. ക്ലിയർ ആണോ? സോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിബഡി ഹാവ് ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, താങ്ക് യു. ആൻഡ് ഓവർ ടു മുഫീദ. താങ്ക് യു സർ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡിൽസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാർ എടുത്തിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? സീക്രട്ട് ബുക്ക് വായിക്കാത്തവരുണ്ടെങ്കിൽ അവർ വായിക്കാൻ ശ്രമിക്കാം. സാർ എന്നെ വൈൻഡപ്പ് ചെയ്താലോ? ഡൗട്ട്സ് ഒന്നും ഇല്ല. അപ്പം ഇന്നത്തെ ഒരു സെക്ഷൻ ഒരു കാര്യം പറയട്ടെ സാറേ. ക്ലാസ് എടുത്തപ്പോ എനിക്കൊരു ഓർമ്മ വന്നൊരു കാര്യം. ഞങ്ങളെ സൂപ്പർവൈസർ ഞങ്ങളെ ഒരു മീറ്റിംഗിന്റെ അന്ന് സാർ ഇങ്ങനെ പറഞ്ഞു, എന്നും രാവിലെ ഞാൻ ഫീൽഡിൽ ഇറങ്ങുമ്പോ, അതായത് അംഗൻവാടി വിസിറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോ സൂപ്പർവൈസർ ചിന്തിക്കും, ഇത്ര എവിടെ പോയാലും എനിക്കിന്ന് എന്താണ് പറയാ, ആരെയും ചീത്ത പറയാൻ പറ്റരുത്, കാരണം അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അത്ര ഇറങ്ങപ്പോഴും. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ, അങ്ങനെയല്ല സാറെ ചിന്തിക്കേണ്ടത്. സാറ് അങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് ഇറങ്ങണോടത്ത് എല്ലാ അംഗൻവാടി ചെല്ലുമ്പോൾ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ കാണുകയും
അവരെ ചീത്ത പറയുകയും ചെയ്യണം. സാറ് ഞാൻ പോണോടത്ത് അംഗൻവാടി നിന്നൊക്കെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ട്, അവിടെ നിന്ന് ഒന്ന് ചിന്തിച്ചിട്ട് സാറ് ഇറങ്ങി നോക്ക്, അപ്പൊ അത് നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞു കൊടുത്തിട്ടാ. അപ്പൊ സാറേ സിന്ധു ടീച്ചർ വെറും പോസിറ്റീവ് ആയിരിക്കും ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങി 2 വർഷത്തിലേറെയായി, അപ്പൊ എനിക്കറിയാം ഇറങ്ങുമ്പോ എന്താ ചിന്തിക്കണ്ട, അതാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. സാറേ അത് എന്തായാലും നല്ല അനുഭവം, നല്ലൊരു ഇതാ എനിക്ക് കിട്ടിയ മെസ്സേജ്, ഞാൻ എന്തായാലും ഇതേപോലെ നീ ചെയ്യുള്ളൂ കേട്ടാ പറഞ്ഞു. ഇപ്പൊ സാറ് ഇറങ്ങുമ്പോ നല്ലത് മാത്രമേ ചിന്തിച്ചിറങ്ങുള്ളൂ, അതുകൊണ്ട് ടീച്ചർമാരെ ഒന്നും വഴക്ക് പറയേണ്ട ആവശ്യം വരാറില്ല എന്ന്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. സോ താങ്ക് യു സിന്ധു മാം. ഐ റിക്വസ്റ്റ് താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്, നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്, നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, എത്ര ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള ആളുകളല്ല, നിങ്ങൾ അനുസരിക്കുന്ന നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന ആളുകളോട് പറയാം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നിങ്ങളുടെ ചിന്തകൾ ഒരാളിങ്ങനെ പറയുമ്പോൾ, ഇപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട്, കുറെ ആളുകളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോ പ്രോബ്ലം, അതേപോലെ തന്നെ അടിപൊളി, തകർക്കരുത്, ഇതൊന്നും പറയരുത് പറഞ്ഞു. അപ്പൊ ആളുകൾ എന്നോട് ചോദിച്ചു ഇതൊക്കെ പറഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള വാക്കുകൾ അപ്പുറത്തുണ്ട് എന്നുള്ളൂ. നോ പ്രോബ്ലം എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. അടിപൊളി എന്ന് പറയുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? നോ പ്രോബ്ലം പറയുന്ന അത്ര ബുദ്ധിമുട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. അടിപൊളി എന്ന് പറയുന്ന അത്ര ബുദ്ധിമുട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്ക് തകർക്കണം എന്ന് പറയുന്നതിന് അപ്പുറം നമുക്ക് ഒന്നും കൂടെ നന്നാക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ഫീലിങ്സ് കറക്റ്റ് അല്ല, അതിന്റെ തിയറി അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫീലിങ്സും തിയറിയും ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ വേർഡ് ഈസ് ഓൾവേസ് വേർഡ്. നിങ്ങൾ പറയുന്ന വാക്കെന്ന് പറയുന്നത് യൂണിവേഴ്സിന് അതേ മനസ്സിലാവുള്ളൂ. തകർക്കണം, അതിനെ തകർത്തേക്കാം, അതെന്നെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഫീലിങ്സ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെക്കാട്ടും ബെറ്റർ ആണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ? സർ അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഫുൾ ഫീലിങ്സ് അല്ലേ, പോസിറ്റീവ് അല്ലേ? ആണ്, ഞാനും അതിനോട് വിയോജിക്കുന്നൊന്നുമില്ല. അടിപൊളിയാക്കണം. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞോളാം? നമുക്കൊന്നും കൂടെ നന്നാക്കണം, സൂപ്പർ ആക്കണം. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എന്തിന്? നോ വറീസ്. എന്തിന്? ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞോടെ, ഇറ്റ്സ് ഓക്കെ. എന്തിന് നമ്മൾ പ്രോബ്ലം എന്നുള്ള വാക്ക് അനലൈസ്? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കൂടുതൽ സൂക്ഷ്മത പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം കാണും. നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞില്ലേ സിന്ധു മാം പോസിറ്റീവ് ആയിരിക്കുന്നത്, വി നീഡ് സം കമന്റ് ഫ്രം അതേഴ്സ്. ഓക്കെ, മറ്റുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയണം. നിങ്ങളെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്നുണ്ട്. സോ ഷാജൻ, താങ്ക് യു സിന്ധു മാം ഫോർ ദ ഷെയർ. ഹലോ സർ. ഷാജൻ. ഹലോ സാറേ, എനിക്കൊരു ഡൗട്ടുള്ള, ഞാൻ ബുക്ക് ഈ സീക്രട്ട് ബുക്ക് വായിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ലോൺ ഉണ്ട്, ആ ലോൺ എത്തുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ പേടിയാണ്. നമ്മൾ നടക്കും എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ പേടി കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, നമ്മളിത് എനിക്കിത് സാധിക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും പക്ഷെ നമ്മുടെ ഉള്ളിലൊരു പേടി കിടക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും എനിക്കത് അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മറികടക്കാനായിട്ട് എന്താ സാറിന്റെ ഒരു സജഷൻ? സീക്രട്ട് ബുക്കിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാളുടെ വീട്ടിൽ നിന്ന് ലോൺ അടക്കാനുള്ള ലെറ്റർ വരും. നിങ്ങൾ സീക്രട്ട് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ആ ലോൺ അടക്കാനുള്ള ലെറ്റർ വരുമ്പോൾ അയാൾ അവിടെ സന്തോഷിച്ചിട്ട് പറയും, അമ്മ എനിക്ക് എന്ത് ലഭിക്കുന്നു, ബാങ്കിൽ നിന്ന് കത്ത് വന്നിരിക്കുന്നു, എൻ്റെ അക്കൗണ്ടിൽ $50,000 ക്രെഡിറ്റ് ആയിരിക്കുന്നു. ശരിക്കും എന്താ ഉള്ളത്? $50,000 ക്രെഡിറ്റ് ആയിരിക്കും. അയാൾക്ക് കടം കൊടുക്കാനാണുള്ളത്, തിരിച്ചടക്കാൻ. അയാളെ മൈൻഡ് സെറ്റ് അയാൾ മാറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഷാജൻ സാർ അഫോർമേഷൻ കൊടുക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, അഫോർമേഷൻ കൊടുക്കുക. ഈ അഫോർമേഷൻസ് നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അഫോർമേഷൻ ലൈക്ക് ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നുള്ള പണം എപ്പോഴും എല്ലായ്പ്പോഴും. അതേപോലെ മറ്റൊരു അഫോർമേഷൻസ് ആണ് മൈ ഇൻകം കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. എന്റെ വരുമാനം എല്ലായ്പ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, മറ്റൊരു അഫോർമേഷൻസ് ആണ് മൈ ഇൻകം എക്സീഡ് മൈ എക്സ്പെൻസസ്. എൻ്റെ വരുമാനം എപ്പോഴും എൻ്റെ ചെലവിനേക്കാളും അധികമാണ്. മറ്റൊരു അഫോർമേഷൻസ് ആണ് ഐ പെയ്ഡ്, ഇങ്ങനെ പറയാം. പിന്നെ എൻ്റെ എല്ലാ ബില്ലുകളും, ഇപ്പം നിങ്ങളുടെ ബില്ലുകളാണ് അല്ലെങ്കിൽ EMI ആണല്ലോ, എൻ്റെ എല്ലാ EMIകളും ഞാൻ ഏറ്റവും മനോഹരമായി അടച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എല്ലാ ദിവസവും നിങ്ങൾ കൊടുക്കുക. നമ്മൾ 5-ാം തീയതി ആകുമ്പോഴോ 4-ാം തീയതി ആകുമ്പോഴാണ് ഈ വറീഡ് ആവുന്നത്. അന്നേ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. എല്ലാ ദിവസത്തിലും നിങ്ങൾ അഫോർമേഷൻസ് ചെയ്യുക.
എന്ത് എൻ്റെ എല്ലാ EMI-കളും ഞാൻ വളരെ മനോഹരമായി അടച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് നിങ്ങൾക്ക് വരുന്നതിന്റെ പുറമെ ഒരു അഡീഷണൽ ഇൻകം വരാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ ഷാജി സാർ എന്താ ചെയ്യുന്നത്? വാട്ട്സ് യുവർ ഞാനൊരു വുഡിന്റെ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് EMI അടയ്ക്കാനുള്ള ഒരു പൈസ അഡീഷണൽ വരാനും വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, എനിക്ക് ഈ മാസത്തിൽ എത്ര പൈസയാണ് വേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ വേണം. എൻ്റെ ലൈഫ്, എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഇത്ര പൈസയാണ് വേണ്ടത്. എൻ്റെ സ്റ്റാഫ് വർക്ക് സാറിൽ കൊടുക്കാൻ എത്രയാണ്? അപ്പൊ എനിക്കൊരു മന്ത്ലി 2 ലക്ഷം രൂപയാണ് വേണ്ടത്, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാണ് വരുന്നത്. ദെൻ തിങ്ക് അബൌട്ട് 10 lakh rupees. ഹൗ ടു മേക്ക് 10 lakh rupees? നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. 10 ലക്ഷം രൂപ എനിക്ക് മസ്റ്റ്. നിങ്ങൾക്ക് വേണ്ട 3 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരനാണല്ലോ. 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാം? അതിങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല, എങ്ങനെ നിങ്ങൾ ക്ലിയർ ആവണമെന്നില്ല. അത് പാർട്ട് ഓഫ് യൂണിവേഴ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ചിന്തിച്ചിട്ട് ആക്ഷൻസ് എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ആക്ഷൻസ് എടുക്കുക, കൂടെ ഈ അഫർമേഷൻസ് കൊടുക്കുക. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അഫർമേഷൻസ് ഡെയിലി കൊടുക്കുക, ഇച്ച് ആൻഡ് എവറി ഡേ. അത് 2 പ്രാവശ്യങ്ങൾ ഡെയിലി വായിക്കുകയും ചെയ്യുക, കിടക്കുന്നതിന് മുമ്പും എണീറ്റ് ഉടനെയും. യു വിൽ ഫീൽ ദ ചേഞ്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കാര്യങ്ങളൊക്കെ വേറെ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു വർക്ക് ബുക്കാണ്. ഇതിൽ ഞങ്ങൾ അഫർമേഷൻസ് കാര്യങ്ങൾ എഴുതാനുള്ള പേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇത്ര വർക്ക് ബുക്കുകൾ അല്ലെങ്കിൽ ഞങ്ങൾ കോഴ്സിനെ കുറിച്ചാണ് ടീം മെമ്പേഴ്സ് കോൺടാക്ട് ചെയ്തത്. ഇതിൽ ഞങ്ങൾ കുറെ അഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അഫർമേഷൻസ് ഉള്ളത്? അഫർമേഷൻസ് ഒക്കെ ഞങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് കുറെ അഫർമേഷൻസ് ഇതേപോലുള്ള തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ ഒക്കെ എടുത്തിട്ടുണ്ടാക്കിയ സിലബസ് ആണ്. അപ്പൊ അതൊക്കെ പ്രകാരം ആളുകൾക്ക് അങ്ങ് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ മൈൻഡ് സെറ്റിൽ അങ്ങനെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കൂട്ടായ്മ ആകുമ്പോൾ അത് അങ്ങനെ പോകുന്നുള്ളൂ. ഓക്കെ, സമയമായി തുടങ്ങിയിട്ടുണ്ട്. മുഫീദ മുഫീദ യു ക്യാൻ ഗോ. ഓക്കെ, ബിൻസിൽ മാം പ്ലീസ് ആസ്ക്. സാർ, ഞാന് ഇപ്പോഴത്തെ ജനറേഷനിൽ കേൾക്കുന്ന എപ്പോഴും കുട്ടികളുടെ അടുത്ത് കേൾക്കുന്ന ഇതേ ഡയലോഗുകളാണ്. നമ്മള് തകർത്തു, സീനാണ്, അങ്ങനെയൊക്കെ കുട്ടികളെല്ലാരും ഇതാ പറയാ. എപ്പോഴും ഞാൻ കേൾക്കുന്ന, എന്റെ മോളടക്കം പറഞ്ഞതാ സീനാണ്. ഞാൻ ചോദിച്ചു, സീനെന്നൊക്കെ പറയുമ്പോ നമ്മളത് ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ളത്. പക്ഷെ അവര് ഭയങ്കര ഹൈ ഇതിലായിട്ടാ പറയുന്നേ, സീനാണ് എന്നൊക്കെ പറയുന്നത്. അതെന്താ ഇങ്ങനെ കുട്ടികളില് അങ്ങനെ ഒരു ഇത് വന്നേന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതൊരു ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ബാസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറെ ഫിലിംസിൽ വന്ന കുറെ വേർഡ്സുകളാണ്. സീനാണ് ബൈ ഒരു കൊച്ചി സ്ലാങ് ആണ് ശരിക്കും അത്. ഓക്കെ, അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഫിലിം പറഞ്ഞാൽ പിയർ ഗ്രൂപ്പിന്, അവരുടെ ഗ്രൂപ്പിന് ഒരു ഈ ടീനേജേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പിയർ ഗ്രൂപ്പിനെയാണ് അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക, അച്ഛനെയും അമ്മയെക്കാളും. നമ്മൾ ടീനേജേഴ്സ് ആയി നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ഫീലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, സീനാണെന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. അത് സീനാണ് പറയുന്നത്. അവരെ ഹാപ്പി ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കില്ല, നത്തിങ് വിൽ ഹാപ്പൻ. അവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷെ ബെറ്റർ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റം തന്നെയാണ്. ഓക്കെ, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാതെ. അതേപോലെ ഭയങ്കരം കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക. ഭയങ്കര രസമാണ് ഫിലിം, അങ്ങനെ ഉണ്ട്. ഭയങ്കര ഫുഡ് അങ്ങനെ ഉണ്ട്, ഭയങ്കര രസമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയാനകം എന്നുണ്ട് അല്ലെ? ഭയാനകമായ രസം ഉണ്ടാവും ഇല്ല. അപ്പൊ നമ്മൾ ബി അലേർട്ട് ഫോർ സംതിങ്. നമ്മളിങ്ങനെ നമ്മളെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. എനിക്കിപ്പോ ചിലപ്പോൾ സംസാരിക്കാനേ പേടിയോ, ചില ആളുകളെ സംസാരം കേൾക്കാനേ പേടിയോ. ഓക്കെ, ക്ലിയർ ആണോ? അത് വിഷയം ഇതൊന്നും നമ്മൾ കുറെ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. നമ്മൾ അലേർട്ട് ആവാന്നുള്ളൂ. നമുക്ക് നമുക്ക് മനസ്സിനൊരു ഫീല്. അപ്പൊ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്ത് ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിങ്ങനെ കേൾക്കുമ്പോ ഫസ്റ്റില് നമ്മൾക്ക് ഒന്നും സംഭവിക്കില്ല. അവരുടെ ഫീലിങ്സിനനുസരിച്ച് സംഭവിക്കുള്ളൂ. ആ പറയുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യാതെ അവരോട് നമ്മൾ അപ്പൊ സീനാണെന്നും പറയരുത്, നീ ഇങ്ങനെ പറയുന്നത് പറയരുത്. നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുക. ഇപ്പൊ നല്ല മൂഡിലാണോ, ഒരു യാത്രയിലേക്ക് സംസാരിക്കുക. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ കേട്ട കാര്യങ്ങളാണ്. സീക്രട്ട് ബുക്ക് മേടിച്ചു കൊടുക്കുക, വായിക്കാൻ പറയാം. ടീൻ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്, കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാം. മലയാളം ഇല്ല, ഇംഗ്ലീഷ് ഉണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ടീൻ സീക്രട്ട് എന്നാണ്. വളരെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. റോണ്ടാബയാനല്ല, വേറെ ആൾക്കാർ എഴുതിയാണ്. ടീൻ സീക്രട്ട് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ്. അത് മേടിച്ചു കൊടുത്താൽ മതി. ആ കുട്ടികൾക്ക് അത് മനസ്സിലാവും. എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് ബുക്ക്, ടീൻ സീക്രട്ട് എന്നാണ് അതിന്റെ പേര്. ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. ഓക്കെ, അപ്പൊ അവർ ചേഞ്ച് ആവും. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചിട്ട് എന്താ വളരെയധികം സങ്കടപ്പെടുന്നും വേണ്ട. ഇറ്റ്സ് ഓക്കെ. സോ ടൈം ഈസ് ഓവർ. വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട്സ് ഗ്രൂപ്പിൽ ചോദിക്കാം. 6:37 ആയിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, എന്നാലും ആബി കുറച്ച് ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ട് നേരിടുന്നുണ്ട്.
വൈൻഡപ്പ് ചെയ്യാണ്. മുഫീദ ചിലപ്പോൾ ബിസി ആയിട്ടുണ്ടാവും. സോ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും താങ്ക് യു സർ. താങ്ക് യു. Thank you, താങ്ക് യു. sir. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. Thank you, sir. താങ്ക് Thank യു. you all. Thank you, sir.